സംഭവ ബഹുലം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്നതിൽ തർക്കമില്ല. 1965 കെ കുഞ്ഞാലിയിലൂടെ ഇടതുപക്ഷം വിജയിച്ചു തുടങ്ങിയ മണ്ഡലത്തിൽ പിന്നെ ഏറെക്കാലം കണ്ടത് ആര്യാടൻ മുഹമ്മദിന്റെ പ്രതാപകാലമാണ്. 2016 PV അൻവറിലൂടെ വിജയം കണ്ട ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര പരീക്ഷണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ അൻവറിന്റെ രാജിയോടെ തെരഞ്ഞെടുപ്പ് അംഗത്തിന് വീണ്ടും കളമൊരുങ്ങുമ്പോൾ നിലമ്പൂരിലേക്ക് ഇനി രാഷ്ട്രീയ കേരളം ചുരും. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന നീലഗിരി മലനിരകൾ, പടിഞ്ഞാറ് ഏറനാടൻ പെരുമ, ചാലിയാർ തൊട്ടൊഴുകുന്ന നാട് നിലമ്പൂർ. കാരിരുമ്പിന്റെ കരുത്തുണ്ട് നിലമ്പൂർ തേക്കിന്. ആ ഉശിര് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഉടനീളം കാണാം. കരിക്കാടൻ കുഞ്ഞാലി എന്ന സഖാവ് കെ കുഞ്ഞാലിയിലൂടെയാണ് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ ചോര തിളയ്ക്കുന്ന രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത്. മണ്ഡലത്തിന്റെ പ്രഥമ MLA. 1965-ലും 1967-ലും നിലമ്പൂർ മണ്ണിൽ കുഞ്ഞാലിയുടെ പടയോട്ടം. എന്നാൽ 1969 ജൂലൈയിൽ നിലമ്പൂരിന്റെ ഉള്ളം പിളർത്ത് അരുംകൊല. ചുള്ളിയോടങ്ങാടിയിൽ വെച്ച് കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. കേരളത്തെ ആകെ ഞെട്ടിച്ച കൊലപാതകം. കുഞ്ഞാലിക്കൊലക്കേസിൽ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന പേര് കോൺഗ്രസിന്റെ അക്കാലത്തെ ഉശിരൻ പോരാളി ആര്യാടൻ മുഹമ്മദ്, കുഞ്ഞാലിക്കൊത്ത എതിരാളി. 1965 മുതൽ പോരിനിറങ്ങിയെങ്കിലും 77-ൽ CPIM-ലെ സെയ്തലവിയെ തോൽപ്പിച്ചാണ് ആദ്യമായി ആര്യാടൻ നിയമസഭയിലെത്തുന്നത്. 82-ൽ പക്ഷേ തോൽവി അറിഞ്ഞെങ്കിലും 87 മുതൽ 2011 വരെ ആര്യാടൻ്റെ വിജയത്തേരോട്ടം. മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിൽ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവായി ആര്യാടൻ. ഒരേ മുന്നണിയിലുണ്ടായിട്ടും ലീഗിനോടും പടവെട്ടി ആര്യാടൻ മലപ്പുറത്ത് കോൺഗ്രസിനെ വളർത്തി. 2016-ൽ ആര്യാടൻ മുഹമ്മദ് മത്സരത്തിൽ നിന്ന് പിന്മാറി. പകരം മകൻ ആര്യാടൻ ഷൗക്കത്തിനെ കളത്തിലിറക്കി. എന്നാൽ ആര്യാടൻ്റെ കണക്ക് പിഴച്ചു. കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണ് തിരികെ പിടിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ പൂഴിക്കടകൻ കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോരിനിറക്കി. UDF-നെ ഞെട്ടിച്ച് 11,000-ലധികം വോട്ടിന് ആര്യാടൻ ഷൗക്കത്തിനെ മലർത്തിയടിച്ച് PV അൻവർ നിലമ്പൂരിൻ്റെ നായകനായി. 2021-ൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ജനകീയനായ VV പ്രകാശിനെ തോൽപ്പിച്ച് അൻവറിൻ്റെ വിജയത്തുടർച്ച. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം ശേഷിക്കെ നിലമ്പൂരിൽ അൻവറിൻ്റെ യു-ടേൺ. ഇടതിനോടിടഞ്ഞ് MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് UDF-മായി കൈകോർക്കുന്നു. അങ്ങനെ ഏറനാടൻ കളരി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് പോരിലേക്ക്. രാഷ്ട്രീയ കേരളത്തിനിത് മഹായുദ്ധത്തിന് മുന്നേയുള്ള പടയൊരുക്കം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.